കാവ്. ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ലല്ലോ അമ്മ? ഇതിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റില്ല. അപ്പം ചൂലെടുക്കാം. അപ്പോൾ ചൂലെടുക്കാം. നമ്മളിവിടെ തൂക്കാൻ വന്നേ കേട്ടോ. നമ്മളല്ലാണ്ട് പൂജക്കൊക്കെ വരുമല്ലേ അമ്മ? പൂജക്കൊക്കെ വരും, പിന്നെ നമ്മൾ തൂക്കാനൊക്കെ ഇവിടെ വരും. പൂജയ്ക്ക് നാളെ മറ്റന്നാൾ പൂജയുണ്ട്. മറ്റന്നാൾ നമുക്കിവിടെ പൂജയുണ്ട്. പറ്റുമെങ്കിൽ നമ്മൾ ഇടാം. അത് പറ്റുമെങ്കിൽ ഇടാം. ഇതല്ല ഇത് എടുത്ത് തൂക്കട്ടെ. നമ്മൾ തൂക്കാനായിട്ട് ഇങ്ങനെ പോകുകയാണ്. ഇവിടെ വേറൊരു സാധനം കൂടെ ഉണ്ടല്ലോ ഗിരിയാമ്മ, അതെന്തുവാ? അർദ്ധലസ്വാമി. അത് അങ്ങോട്ടാട്ടോ. നമുക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് കാങ്ങോട്ട് പോവാ. ഞങ്ങളിപ്പോൾ നാളെ പൂജയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തൂക്കണം. നേദ്യം കൊണ്ടുപോകുമ്പോൾ ഇവിടെയൊക്കെ തൂക്കണം. നല്ല വൃത്തിയാവണം. നമ്മളിപ്പോൾ അർദ്ധലസ്വാമീൻ്റെ അടുത്തേക്ക് പോവാം അല്ലേ അമ്മേ? എല്ലാ കാവും കൊണ്ട് കാണിച്ചാൽ ഗിരിരാമ അവിടെ തൂക്കുവാണ്. നമ്മളപ്പം ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വന്നതാണ് അല്ലേ ഗിരിരാമ? ഇതാണ് ഗൈസ് കാവ്. ഇവിടെ ഒന്നും ആൾക്കാരങ്ങനെയൊന്നും ഇല്ല. ഈ ഏരിയയിൽ നമ്മളും പിന്നെ കുറച്ച് 2-3 വീടുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ തൂത്തിട്ട് വേറെ അങ്ങോട്ട് പോവും, പിന്നെ അങ്ങോട്ട് പോവും, പിന്നെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് അർദ്ധലസ്വാമിയുടെ അടുത്തേക്കാണ്. കാണാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഗിരിയാമ്മ തൂക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ പ്രത്യേകത എന്താ ഗിരിയാമ്മ? ഇന്നത്തെ പ്രത്യേകത എന്താ ഞങ്ങളുടെ 3 പേരുടെയും? ആറാ? എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ചെറിയൊരു, ഇത് മഴ വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം അങ്ങ് പോകും കേട്ടോ. കൃത്യം ആ കല്ലിൻ്റെ മണ്ടയിലാട്ടോ വീഴുന്നത് അല്ലേ ഗിരാമ? കൃത്യം കല്ലിൻ്റെ മണ്ടയിലേക്ക് വീഴും. ഭയങ്കര ചൂടാണ് ഇവിടെയൊക്കെ, നല്ല പൊള്ളുന്ന വെയിലും. നമ്മളത് അങ്ങോട്ടാട്ടോ പോകണം. നമ്മൾ പിന്നെ കൂടുതലായിട്ട് അങ്ങോട്ട് കാണിക്കാം. ഇതാണ് ഗൈസ് അതിൻ്റെ ആക്കം. വളരെ പേടിക്കാനൊന്നുമില്ല. ചെറിയ കാടാണ് അല്ലേ അമ്മേ? വലിയ കാടാണോ? വലിയൊരു കാടാണ്. വലിയ കാവാട്ടോ ഗൈസ് ഇത്. തൂക്കണമെങ്കിൽ 1 മണിക്കൂർ വേണമെന്നാട്ടോ ഗിരിയാമ്മ. ശരിയായിരിക്കും, കുറേ വേണം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ആക്കം. ഗൈസ് നമ്മൾ അവിടെ നിന്ന് തൂത്ത് ഇതാ ഇങ്ങോട്ടെത്തി. അങ്ങനെ ഇവിടെ നല്ല തണുപ്പാണ് അല്ലേ? ഇതാണ് ഗൈസ് നമ്മുടെ ഗുരുപുരം കാവ്. ഗ്രാമ ഗൈസ് തൂത്ത് നമ്മുടെ കാലിലൊക്കെ മണ്ണൊക്കെ പറ്റും. പൊടിയാണ് ഗൈസ് ഇങ്ങനെ പറക്കുന്നത്. പിന്നെ നമുക്ക് തുമ്മാനൊക്കെ വരും. ഗ്രാമ ഇങ്ങനെ തൂക്കുവാണ്. നമ്മളെല്ലാം ചവറൊക്കെ ഇടുന്നത് ഇങ്ങോട്ടാണ്. അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് ചവറിടണ്ടെന്ന്. ചവറിട്ട് കുറച്ച് പൊങ്ങിയാണ് കിടക്കുന്നല്ലേ അമ്മേ? ചവറുതാ ഇത്രയാണ്. ഈ ഏരിയ തൂത്തപ്പോൾ ഇത്രയും ചവറാണ് കിട്ടിയത്. ഇനി നമ്മൾ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണ് അങ്ങോട്ടാണോ പോകുന്നത്? ഓക്കെ ഗൈസ്, നമ്മൾ ഇനി ഇങ്ങോട്ടാട്ടോ പോകുന്നത്. ഇതാണ് നമ്മുടെ ചെറിയ വലിയ കാവ് അല്ലേ ഗിരിയമ്മ? കൊമ്പൊക്കെ കിടപ്പുണ്ട്, കണ്ട പേടിക്കരുത്. നമുക്ക് കുറ്റിയൊക്കെ തുറക്കാം. ഞാൻ ഇവിടെ പൂജയ്ക്കൊക്കെ ഒന്നും വരുന്നത്, അപ്പോൾ കുഴപ്പമില്ല. ഇതാ ഈ കാവിൻ്റെ ഓണറിൻ്റെ വീട് അവിടെയാണ്. ഇതാ കണ്ണയാണ്, വലിയ വീടാട്ടോ. കാവ് പോലെ തന്നെ ചെറിയ വലിയ വീട്. അവരുടെ ഏരിയ ആണ്. ഇതാ ഈ ചുറ്റും കാണുന്ന ഏരിയസൊക്കെ അവരുടെയാണ്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മണ്ണൊക്കെ. ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഗിരിജാമ ഇങ്ങനെ തൂക്കുകയാണ്. കണ്ടോ?
വേണമെങ്കിൽ വഴി അങ്ങോട്ട് പോകാന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ പോകത്തില്ല. ഇതാട്ടോ ഗൈസ് നമ്മുടെ കാവ്. കണ്ടോ, കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറിയ പേടിയൊക്കെ കാണും. ഈ ഏരിയ വരുന്നവർക്ക് തന്നെ പേടിയാണ് ആരാധന കയറുമ്പോൾ. പേടിക്കാൻ വലുതായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും പാമ്പിൻ്റെ ഇതൊക്കെ ഉള്ളല്ലേ. ഈ ഇങ്ങോട്ട് ഗുരുപുരം നമ്മുടെ ആരാധന എത്തുമ്പോൾ എല്ലാവർക്കും പേടിയാണ് ഗൈസ്. പേടിക്കാൻ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ കാവ് ഗൈസ്. ഇവിടെയൊക്കെ തൂക്കുവാണ്. നമ്മളിനി ഇങ്ങോട്ട് വരുവാണ്. ഇവിടെ ആൾക്കാർക്ക് പേടിക്കാൻ വലുതായിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര പേടിയാണ്. നമുക്കിവിടെ ചെറിയ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ ഗൈസ്. ആ കാവല്ല കേട്ടോ, അവിടെ ചെറിയ ഗ്രൗണ്ട് ഉണ്ട്. ഇതെന്തോ ഇരമ്മ? ഇവിടെ ആൾക്കാർ പേടിക്കാനും വലിയതായിട്ടൊന്നും ഇല്ല. നാഗരാജാവും നാഗേക്ഷിയമ്മയുമാണ്. നല്ല പേടിക്കാൻ നമുക്ക് കാര്യങ്ങളൊന്നുമില്ല, നമ്മളിങ്ങനെ പൂത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ വിളക്കൊക്കെ കത്തിക്കാൻ വരുന്നവരുടെ കയ്യിൽ നിന്നൊക്കെ ഇത് പോകാറുണ്ട് അല്ലേ ഇരമ്മ? അപ്പം വൈകിട്ട് ഇനി വിളക്ക് കൊളുത്താൻ വരും. വെളുത്ത് കൊളുത്തി കഴിയുമ്പോൾ ഇവിടെ നല്ല തെളിയുമായിരിക്കും ദീപങ്ങൾ. ഇവിടെ ചെറിയ മല പോലെ ഉണ്ട്. ഇടയ്ക്ക് വൃത്തിയായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടൊക്കെ വലിയ കാവാണ് അല്ലേ അമ്മേ? പിന്നെ കാവ് ഞങ്ങളൊരു ദിവസം കാണിക്കാന്ന് പറഞ്ഞ കാവ് നമ്മൾ കാണിച്ചല്ലേ ഗൈസ്? അല്ലേ ഗിരാമ്മ? പിന്നെ നമ്മൾ തൂക്കുമ്പോൾ നല്ല വൃത്തിക്കൊക്കെ തൂക്കണം അല്ലേ അമ്മേ? പിന്നെ അങ്ങോട്ട് ആ കാടിൻ്റെ ഇടയിലോട്ട് നമ്മൾ തൂക്കണ്ട, ഏകദേശം എന്താക്കി മണ്ണ് കിടക്കുന്ന ഭാഗം നമ്മൾ തൂത്താൽ മതി. ഇങ്ങോട്ടും കാര്യങ്ങളായിട്ട് തൂക്കണ്ട. ഇതൊക്കെ അവരുടെ കുടുംബങ്ങളാണ് ഗൈസ്. ഈ കാണുന്നതൊക്കെ അവരുടെ കുടുംബങ്ങളാണ് അല്ലേ അമ്മേ? അവരുടെ കുടുംബം ഒരു വലിയ കുടുംബമാണ്. കാവാണെ വലിയ കാവല്ലേ അമ്മേ? അല്ലേ വലിയതല്ലേ? പിന്നെ ഇങ്ങോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ പേടിയൊക്കെ കാണും, ആരും പേടിക്കണ്ട. നമ്മളിവിടെ ജീവിക്കുന്നതായിട്ട് നമുക്ക് വലിയ പേടിയൊന്നുമില്ല അല്ലേ അമ്മേ? പിന്നെ തൊട്ടപ്പുറം കായലാണല്ലേ, കുറച്ചപ്പുറം ഒരു 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കായൽ. 2-3 നമ്മുടെ തൊട്ടപ്പുറം അല്ലേ അമ്മേ? കുരിശടി കഴിഞ്ഞ് നമ്മുടെ അവിടെ പള്ളിയുണ്ട് അല്ലേ അമ്മേ? ഗിരിയാമ്മ തൂക്കുവാണ്. ഇവിടെ 4 സർപ്പക്കാവുണ്ട് കേട്ടോ. ഒന്ന് ഇത്, ഒന്നത്, ഒന്ന് വേറത്, ഒന്ന് വേറത്. എന്നാലും കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഇവിടെ ഇങ്ങനെ തൂക്കാം ഗൈസ്. ഇവിടെ കുറേ പിള്ളേരിങ്ങനെ കളിക്കാനൊക്കെ കാണും അല്ലേ അമ്മേ? അവിടെ അങ്ങോട്ട് ചെറിയ ഗ്രൗണ്ടാണ്, അല്ലെ പേടിക്കാന്ന് ആരും ഇല്ല അല്ലേ ഇരമ്മ? ഗൈസ് നല്ല തെളിച്ചുള്ള കാവ്. ഈ ഇതാണ് നാഗയക്ഷി നാഗരാജാവ് ഇരിക്കുന്ന അവരുടെ ചെറിയ കുടുംബം. കാവ് അവരുടെ ഗൈസ്. ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടല്ലേ അമ്മേ? ആരോ പ്ലാസ്റ്റിക് ഇട്ടു ഗൈസ്. പിന്നെ ഇവിടെ അങ്ങനെ ഇവിടെ എല്ലാ ദിവസവും നമ്മൾ വൃത്തിയാക്കാറുണ്ട്, എല്ലാ ശനി ഞായറും അല്ലേ? എല്ലാ ശനിയാഴ്ച തിങ്കൾ മുതൽ ശനി വരെ നമ്മളിവിടെ വൃത്തിയാക്കും. പിന്നെ ഞായറാഴ്ച നമ്മൾ വൃത്തിയാക്കില്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂജയാണ് അല്ലേ? എല്ലാ ഞായറാഴ്ചയും ഇവിടെ പൂജയായിരിക്കും, അതുകൊണ്ട് നമ്മൾ വലിയ കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. ഇതാട്ടോ നമ്മുടെ ചെറിയ കാവൊന്നല്ലേ അമ്മേ? വലിയ കാവാണ് ഗൈസ്. കാവ് കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ഇതിൽ കമൻ്റ് അടിക്കുക, നമ്മൾ വഴിയൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. കാവിൽ വന്ന് തൊഴുകണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം പറഞ്ഞാൽ മതി, നമ്മളത് സെറ്റാക്കി തരുന്നതായിരിക്കും. അയ്യോ ഗൈസ്, ഇവിടെ മുള്ളുണ്ട്, കാലിലൊക്കെ മുള്ളു കുത്തും ഗൈസ്, അത് സൂക്ഷിക്കണം. ഇതാട്ടാണ് ചെറിയ കാവ്. അത്യാവശ്യം വലുതാണ് കാവ്. എങ്ങനെയുണ്ട്? ഇല്ല മുള്ളു കുത്തുന്ന്. ഇതാട്ടോ തൊട്ടാവാടി. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് പറയണത്. ഇതാണ് തൊട്ടാവാടി. തൊട്ടാവാടിയിൽ അയ്യോ ഗൈസ് മുള്ളുണ്ട് ഗൈസ്. മുള്ളു കണ്ടോ? കണ്ടോ? നല്ല നേരത്തെ എൻ്റെ കാലിൽ കുത്തി കണ്ടോ? മുള്ളാണ് ഗൈസ് ഇത്. തൊട്ടാവാടി നല്ല വലിയ മുള്ള കേട്ടോ. അമ്പ വിചാരിച്ചാലും നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കാണാത്തവർക്ക് വെയിലൊക്കെ കാണിച്ചു തരും. ഈ അമ്മേ ഭയങ്കര വെയിൽ, അത്യാവശ്യം നല്ല വെയിലൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. നമ്മൾ രണ്ടാം അർദ്ധലസ്വാമിയുടെ കാവിലേക്ക് പോകണം. അവിടെയും പേടിക്കാൻ വലുതായിട്ടൊന്നുമില്ല, പക്ഷെ കയറുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ് അല്ലേ? എനിക്ക് ചെറിയ പേടിയാണ്, ഞാൻ ഇങ്ങോട്ടൊന്നും കയറാറില്ല. ഞാൻ ഇവിടെ വരുമെങ്കിൽ അർദ്ധലസ്വാമിയുടെ അടുത്ത് ഞാൻ കയറാറില്ല കേട്ടോ.
അതിനകത്ത് കയറാറില്ല. ആരെയും പേടിക്കണ്ട, ഞാൻ കാണിച്ചു തരാം കേട്ടോ. വലിയ ആൾക്കാർ പേടിക്കാന്ന് പറയുമ്പോൾ കുറേ ഉണ്ടെന്ന് വിചാരിക്കും. വലിയ കാവാണ് ഗൈസ്. ഇവിടെയൊക്കെ വെട്ടി നിറച്ച ഒരു ഫ്ലാറ്റ് തന്നെ പണിയാൻ പറ്റുന്ന കാവാണ് ഗൈസ്. ഇങ്ങോട്ട് കയറാം. കയറുമ്പോൾ ആൾക്കാർക്ക് പേടിയൊന്നും വേണ്ട കേട്ടോ. ഗ്രാമം നിന്ന് ഇതാണ് ഗൈസ് നമ്മുടെ അർദ്ധലസ്വാമിയുടെ കാവ്. ഉണ്ടോ അങ്ങ് കുറേ ഉണ്ടല്ലേ അമ്മേ? വഴി ഇങ്ങനെ തൂത്ത് പോകണം കേട്ടോ. നൈസ്. ഇതാണ് വലിയ കാവാണ് ഏകദേശം അല്ലേ അമ്മ? നമ്മളിങ്ങനെ പതിയെ തൂത്താതി കണ്ടോ. സെറ്റ് കാണിക്കാം കേട്ടോ. കാണാം. ഇവിടെയൊക്കെ നമുക്ക് ഷൂട്ടിങ് ചെയ്യാം അല്ലേ അമ്മ? ചിലർ വന്നെങ്കിൽ ഇവിടെയൊക്കെ ഷൂട്ടിങ് ചെയ്യും അമ്മ. ഗൈസ് ഇവിടെയൊക്കെ ആൾക്കാർ വന്നാൽ ഷൂട്ടിങ് ചെയ്യും ഗൈസ്. പക്ഷെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പാടണ്ട. കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കാടിൻ്റെ നടുവിൽ കൂടെ വരുന്ന പോലെ നമുക്കൊന്നാണ് ഷൂട്ട് ചെയ്യാം കേട്ടോ. അർദ്ധലസ്വാമിയുടെ അടുത്ത് നമ്മൾ പോവാണ്. തൂത്തു അതാകുമ്പോൾ വഴിയിൽ നിന്ന് നടക്കാൻ നേരം നമ്മുടെ കാലിൽ നാളെ പൂജ ഉണ്ട് കേട്ടോ. അതാണ് ഇവിടെ തൂക്കുന്നുണ്ട്. ഇതാണ് കഴിച്ചത് നമ്മുടെ അർദ്ധലസ്വാമിയുടെ സ്ഥലം കണ്ടോ. പൂജയുള്ള ദിവസങ്ങളിൽ മാത്രമേ തൂക്കുള്ളൂ. അത് തന്നെ, പൂജയുള്ള ദിവസങ്ങളിൽ മാത്രമേ തൂക്കുള്ളൂ. പിന്നെ ആൾക്കാർ പേടിക്കണം വേണ്ട, കാരണം കാലി മുള്ളു വെക്കും. മുള്ളെന്ന് പറഞ്ഞാൽ വലിയ പറയാനൊന്നുമില്ല, ചെറിയ മുള്ളാണ് കേട്ടോ. നമ്മളങ്ങനെ അർദ്ധലസ്വാമി അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. അവിടെ വേറെ കാവാണ് അല്ലേ അമ്മ? ഇലമഴി പോകാൻ പറ്റില്ല. ഇലമഴി വെട്ടിയാൽ നമുക്ക് പോകാം കേട്ടോ. ഗൈസ് ഇതാണ് കേട്ടോ അർദ്ധലസ്വാമിയുടെ നല്ല കാവ്. എനിക്കിവിടെ കയറണമെന്നുണ്ടായിരുന്നു, കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ വട്ട ഫുള്ളിങ്ങനെ വൃത്തിയാക്കണം ഗൈസ്. ഇതാണ് അർദ്ധലസ്വാമി കല്ല്. നാളെ നേദ്യം ഇവിടെയൊക്കെ വരുവാ. ഇവിടെ അർദ്ധലസ്വാമി എടുത്ത് വരുവാ. ഇവിടെ വറപൊടിയും അരിക്കും നമുക്കൊക്കെ കയറാവാ ഗൈസ്. ഇവിടെയൊക്കെ നാളെ ആൾക്കാരായിരിക്കുവേ. നാളെ സ്കൂളിൽ ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്ക് നാളെ സ്കൂളൊക്കെ നമ്മൾ ഇത്ര ദിവസം അവധി എടുത്തില്ലേ. ഇന്ന് ചിലപ്പം തിങ്കളാഴ്ച അവധി കാണില്ലായിരുന്നു അല്ലേ ഗൈസ്. ഇതാട്ടോ അർദ്ധലസ്വാമിയുടെ സ്ഥലം. കാണുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പേടിയായി കാണും. പേടിക്കാനൊന്നുമില്ല ഗൈസ്, ചെറിയ എന്നാലും കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളാണ്. പേടിച്ച വലിയ പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഗൈസ് അർദ്ധലസ്വാമി. നമുക്ക് വേണം പ്രാർത്ഥിക്കാം കേട്ടോ. നമുക്ക് അങ്ങോട്ട് ചുറ്റും തൂക്കണം ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ തൂത്തിട്ടുണ്ട്. നമ്മൾ പേടിക്കാൻ കാര്യങ്ങളൊന്നുമില്ല, ആരും പേടിക്കണ്ട. അങ്ങോട്ട് പിന്നെ നമുക്ക് ചില ഗ്രൗണ്ടാണ്. ഇതിൻ്റെ പേര് തന്നെ 7 ചെറുപ്പക്കാവെന്ന ഗൈസ്. ഇതിൻ്റെ പേര് തന്നെ 7 സർപ്പക്കാവെന്നാണ്. അപ്പോൾ 7 ഉണ്ട്, അതുകൊണ്ടാണ് 7 സർപ്പക്കാവെന്ന് ഇട്ടേക്കുന്നത്. ഇതാണ് നമ്മുടെ അർദ്ധലസ്വാമിയുടെ ചെറിയ കാവ്. ചെറുതല്ല, അത്യാവശ്യം വലിയ കാവല്ലേ. കാണുമ്പോൾ ആരും പേടിക്കണ്ട കേട്ടോ. പേടിക്കാനൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല കണ്ടോ. ഭഗവാൻ ദൈവമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ലാണ്ട് നിൽക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത കാവിലേക്ക് പോകും. ഇനി അടുത്ത കാവ് ഇതേപോലെയൊക്കെ തന്നെയാണല്ലേ, പക്ഷെ അവിടെ കാടില്ലെന്നുള്ള. അങ്ങനെ ഇതേപോലെ കുറച്ച് വലിയ സ്ഥലമാണ് ഗൈസ്. നല്ല തണുപ്പാട്ടോ അവിടെ മാത്രം വെയിലില്ല അല്ലേ അമ്മേ? ഞാനാ ഇവിടെ അടിച്ചു കളിക്കുന്നത് ഗൈസ്. അമ്മമ്മയായിട്ട് അടിച്ചു കളിക്കുന്നത്. ഗൈസ് അവിടെ നിന്ന് അനക്കം കേട്ടു, എനിക്ക് പേടിയാകുന്നു. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ, അവിടെ പോയിട്ട് കാണാം. അങ്ങനെ ഗൈസ് ഇതാണ് ചൊവ്വ ഭഗവതി. തിങ്കൾ ചൊവ്വ. ഇതാണ് ഗൈസ് ചൊവ്വ ഭഗവതിയാണ് ഇത് കണ്ടോ. ഓക്കെ ഗൈസ്, ഇവിടെ മറ്റേ അർദ്ധലസ്വാമിയുടെ അടുത്ത് നല്ല കൂളിംഗ് ആണ്, നല്ല തണുപ്പല്ലേ അമ്മേ? അല്ലേ, നല്ല തണുപ്പല്ലേ അവിടെ? കുഴപ്പമില്ല. പിന്നെ നമ്മുടെ വീഡിയോ ബോറടിക്കുന്നുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക. കാവൊക്കെ ആയതുകൊണ്ട് ആർക്കും ബോറടിയില്ല ഗൈസ്, അത് തന്നെയാണ് ഗൈസ്. നമുക്കിനി 3 കാവും കൂടി ഉണ്ട്, അത് ഞാൻ കഴിയും കേട്ടോ. ഇതാണ് ഇവിടെ പൂ. ഇത് പറിക്കാൻ പാടില്ല ഗൈസ്. ഇതെന്താണെന്നുള്ളവർ കമൻ്റ് അടിക്കുക. ഈ പൂവിൻ്റെ മൊട്ടാന്ന് തോന്നുന്നല്ലേ അമ്മ ഇത്? ഇതിൻ്റെ മൊട്ടാന്ന് തോന്നിയതല്ലേ? നോക്കിയേ,
കഴിക്കത്തില്ലേ ഗൈസ്? ഇത് കഴിക്കാൻ പറ്റുന്നതെന്നാണ് ഗിരിയാമ്മ പറയുന്നത്. അന്ന് പറഞ്ഞാൽ ആരും കഴിക്കരുത് കേട്ടോ. കഴിച്ചുകൊണ്ട് വല്ലതും പറ്റിയിട്ട് ഞങ്ങളെ പണ്ട് കാര്യമില്ല. പിന്നെ ഗിരിയാമ്മയെ കൊച്ചിലെ കഴിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങളാരും കഴിക്കാൻ നിൽക്കണ്ട. നമ്മൾ പറഞ്ഞെന്നും പറഞ്ഞ് മറ്റുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോയിൽ വന്ന് കമൻ്റ് അടിക്കാം. ഇംഗ്ലീഷ് ഞാൻ കുറേ നേരത്തെ തൂക്കുന്നതന്നെ കാണിക്കുന്ന. വല്ലവർക്കും ബോറടി ഉണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക. പിന്നെ കാവായതുകൊണ്ട് ബോറടിക്കാനും വേണ്ട കേട്ടോ. ഗൈസ് നമ്മളിവിടെ തൂക്കുവാണ്. ഗൈസ് നമ്മൾ വേറൊരു അമ്പലത്തിൻ്റെ വീഡിയോയും കൂടെ പറ്റിയെങ്കിൽ ഇടാം കേട്ടോ. പോകുവാണെങ്കിൽ ഇടാം അല്ലേ അമ്മേ? എവിടെയുള്ള നമ്മുടെ കർണാടക അവിടെ പോകുവാണെങ്കിൽ നമ്മൾ ഇടാം. ചിലപ്പോൾ നമ്മൾ പോകാതിരിക്കാനാണ് ചാൻസ് കൂടുതലല്ലേ? കാരണം നമുക്ക് 2 മാസം അവധിയില്ലേ. അപ്പോൾ അവധിക്ക് പോകാമെന്ന് വിചാരിച്ചല്ലേ അമ്മേ? പോകണം ഒരു ദിവസം അല്ലേ? അന്ത് വീട് നമ്മൾ ഇടുന്നതായിരിക്കും. ഗിരിജാമ്മ ഇങ്ങനെ തൂക്കുക കേട്ടോ. ഞാനിങ്ങനെ കാലൊക്കെ പൊള്ളി ഇങ്ങനെ നിൽക്കുക. ഭയങ്കര പൊള്ളലല്ലേ അമ്മേ? വേണം നമുക്കിവിടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ഗൈസ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ തന്നെ 2 കാവുണ്ടല്ലേ അമ്മേ? ഗൈസ് ഇവിടെ തന്നെ 2 കാവുണ്ടല്ലേ അമ്മേ? പിന്നെ നമ്മുടെ ബ്രഹ്മരക്ഷസ് ആട്ടോ. ബ്രഹ്മരക്ഷസ് എന്താണെന്നുള്ളവർ പറഞ്ഞമ്മേ? ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ കാവൽക്കാരാണ്. അതായത് ഈ വീട്ടിലൊക്കെ ഓരോ കാവൽക്കാർ കാണത്തില്ലേ? അതേപോലെ തന്നെ കാവിലൊരു കാവൽക്കാരല്ലേ? ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് അറിയില്ല എന്താന്ന്. പലർക്കും അറിയാൻ കമൻ്റ് അടിക്കുക അല്ലേ? അറിയാവുന്നൊരു കമൻ്റ് അടിക്കുക. നമുക്ക് അത് നമ്മളറിയില്ല കേട്ടോ. ഇങ്ങോട്ടൊന്നും ബ്രാഹ്മൺസ്. നമ്മൾ ബ്രാഹ്മൺസ് അല്ലേ? ബ്രാഹ്മൺസ് അല്ലേ ഗൈസ്? കൊങ്ങിണിയാണല്ലേ അമ്മേ? കൊങ്ങിണിയുടെ അമ്പലം വേണമെങ്കിൽ നമ്മൾ കമൻ്റ് അടിച്ചാൽ നമ്മൾ അവിടെ പോകുമ്പോൾ കാണിക്കുന്നതായിരിക്കും അല്ലേ? തൊറപൂരിലാണ് ഗിരിയാമ്മയുടെ വീട്. അവിടെയാണ് യക്ഷി അല്ലേ അമ്മേ? അവിടെ യക്ഷീനെ വാളിൽ അങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ? കുടുംബത്തുള്ള യക്ഷിയാണ്. കൈമാറി വരുവാണ്. തൊറപൂര് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മുടെ അല്ല ഗിരിയാമ്മയുടെ, എന്നാലും നമ്മുടെ കൂടെ കൊച്ചുമക്കളായോണ്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇടുന്നതായിരിക്കും അല്ലേ അമ്മേ? കുടുംബക്ഷേത്രത്തിൽ ഒരു ദിവസം പോകുമ്പോൾ എടുക്കാം കേട്ടോ. അവിടെ ഉത്സവമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ അമ്മേ? ഉത്സവം വരുന്നുള്ളൂ. പോകുമ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലേ അമ്മേ? കാരണം ഞങ്ങൾക്ക് പഠിത്തമുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഗിരിയാമ്മയ്ക്ക് ജോലിയുണ്ട് അമ്പലത്തിൽ. പിന്നെ അവിടുന്ന് ഉത്സവമൊക്കെ വരാൻ പോവാണ്. അതുകൂടാണ്ട് നമുക്ക് പറ്റില്ല കേട്ടോ പോവാൻ. പിന്നെ അമ്മയൊക്കെ 2 ദിവസത്തേന് അമ്മയുടെ വീട്ടിൽ പോവുകയാണ്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്. കുടുംബക്കാരെല്ലാവരും കൂടെ വരണ്ടേ, എന്നാലേ പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ജോലിയാണ് ഗൈസ്. ഇതൊരു കാവല്ലേ അമ്മേ? പിന്നെ അവിടെ ഒരു കാവ്. ഭയങ്കര വെയിലാണ് ഗൈസ്. അതാണ് ഗൈസ് നമ്മുടെ ചെറിയ വീട്. ചെറുതെന്ന് പറയാമല്ലോ, 2 നില വീട് അല്ലേ അമ്മേ? കാല് പൊള്ളുന്നു ഗൈസ്. നമുക്ക് തണലേത്തേക്ക് പോവാം. ഇത് അവിടെയുണ്ട് നമ്മുടെ എന്ത് ചെയ്യുന്നത് ഗൈസ്? ഇവിടെ കാണുമ്പോൾ പേടിയൊക്കെ കാണും. പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇവിടെ ഒരു കുളമുണ്ടല്ലേ അമ്മേ? എന്താ അവിടെ? അയ്യോ എന്ത് മൊച്ച. അയ്യോ ഗൈസ് ഭയങ്കര തണുപ്പ് ഗൈസ്. എനിക്ക് അറുതല സ്വാമിയുടെ അവിടെ നല്ല തണുപ്പാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഭയങ്കര വെയിലല്ലേ അമ്മേ? ബാമ്പു ഒക്കെ മുളച്ച് നിൽപ്പുണ്ട് ഗൈസ്. എന്തിനു കൊച്ച ഗിരിയാമ്മ ഒറ്റയ്ക്ക് വന്നപ്പോൾ ഞാനിന്ന് വന്നു കളല്ലേ അമ്മേ? ഇതാണ് ഗൈസ് നമ്മുടെ അടുത്ത കാവ്. ഞാൻ കയറുന്നില്ല കേട്ടോ. അയ്യോ ഗിരിയാമ്മ പാമ്പ് ഗൈസ്. നമ്മളവിടെ ഒരു പാമ്പിനെ കണ്ടു ഗൈസ്. കണ്ടോ? നമ്മളിവിടെ സൂക്ഷിക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ പാമ്പുകളൊക്കെ പേടിയാണ്. അടുത്ത് അയ്യോ ഗിരിയാമ്മ അടുത്ത് പോകുമ്പോൾ എനിക്ക് പേടിയാണ്. ആ ഇലയൊന്ന് മാറ്റിക്കാമേ. അയ്യോ ഗിരിയാമ്മ പേടിയാണെന്ന് കണ്ടോ? ഉറുമ്പ് കടിച്ച് കിടക്കും കേട്ടോ. ഇത് ഇല്ലെങ്കിൽ പേടിയില്ല കേട്ടോ. അതാ പ്രശ്നം. കറുത്തിരിക്കുന്ന പാമ്പ് ഞാൻ കണ്ടില്ലാന്ന് ഗിരിയാമ്മ ചവിട്ടിയേനെ. അപ്പോൾ ഗൈസ് ഇതാട്ടെ, സൂക്ഷിക്കണം. കുഴപ്പമില്ല കേട്ടോ, ചത്തോണ്ട് കുഴപ്പമില്ല അല്ലേ അമ്മേ? കൊച്ചാട്ടോ. എനിക്കിടെ പാമ്പിനൊക്കെ പേടിയാണ് ഗൈസ്. കണ്ടോ ഗൈസ്? ഇതാണ് ഗൈസ് പാമ്പ്.
പെട്ടെന്ന് ഉണ്ടപ്പെടുത്ത കേട്ടോ. ചത്ത് കിടക്കും കേട്ടോ, അപ്പോൾ കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ പാമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അതിനകത്ത് കയറാത്ത. നമ്മളിവിടെയൊക്കെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം കേട്ടോ. ഇങ്ങോട്ട് വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ തപ്പുക കേട്ടോ. ഇനി ചവിട്ടിയ കണ്ണ് കാണില്ല. കറുത്തിരിക്കുന്ന പാമ്പ് കേട്ടോ ഗൈസ്. അടുത്തടുത്ത് ഗൈസ് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, എനിക്ക് പേടിയാണ്. ഗിരാമ്മ തൂത്തിട്ട് എളുപ്പം വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ചേച്ചി വന്നു ഗൈസ് അല്ലേ? തല കണ്ടോ ഗൈസ്? നമ്മൾ പാമ്പിൻ്റെ ഒന്നും അങ്ങോട്ട് ഓടണ്ട കേട്ടോ. തലയില്ലല്ലേ അതിന്? കണ്ടല്ല ഗൈസ്, നിങ്ങൾ കണ്ടല്ലോ. ആൾക്കാർ പേടിക്കാനൊന്നും വേണ്ട, ചെറിയ സംഭവങ്ങളാണ്. അടുത്ത കാവിലേക്ക് വലുതാണ്, വലിയതാണ്. ഇതാണ് നമ്മുടെ വലിയ 7 സർപ്പക്കാവ്. ഇതാണ് 7. ഇത് 7 എണ്ണം ഉണ്ട് കേട്ടോ. ആ നോക്ക്, വായിക്കാനുള്ളവർ വായിച്ചോ. അയ്യോ അമ്മേ, ഒന്നുമില്ല. വായിക്കാനുള്ളവർ വായിച്ചോ. ഞാനൊരു പേടിത്തൂരയാണ് ഗൈസ്. ഇവിടെയൊക്കെ കയറാം. കയറുന്ന എനിക്ക് പ്രശ്നമൊന്നുമില്ല ഗൈസ്. ഇവിടെയൊക്കെ മരമൊക്കെ അങ്ങ് വെട്ടിയതാ അല്ലേ അമ്മേ? ഗൈസ് ഇതാണ് നമ്മുടെ കാവ്. എങ്ങനെയുണ്ട് ഗൈസ്? 7 സർപ്പങ്ങൾ ഇരിക്കുന്ന കാവാട്ടോ. ഞാൻ വേണം അവിടുത്തെ ബോർഡ് കാണിച്ചു തരാം ഒന്നും കൂടെ. 7 അല്ല, ഡെയിലിക്കുള്ളതാണ്. മൊത്തം 7 സർപ്പക്കാവാണ്. ഉണ്ടോ? വായിച്ചോ ഗൈസ്, എല്ലാവരും വായിച്ചോ. വേണമെങ്കിൽ സ്റ്റോപ്പൊക്കെ ചെയ്തിട്ട് എല്ലാവരും വായിച്ചു. നിങ്ങൾക്ക് വേണ്ടി അത്ര നേരം വെച്ച് തന്നു. ഇതാണ് ഗൈസ്. ഭയങ്കര വെയിലല്ലേ അമ്മേ? ആ വേറെ സർപ്പം, സർപ്പം കണ്ട കറുത്തിരിക്കുന്ന സംഭവം പറഞ്ഞാൽ ഒന്ന് കേട്ടെങ്കിലും പറഞ്ഞ. ഈ ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കറുത്തിരിക്കുന്ന ഇതിന് അതാ കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. അടുത്ത കാവിലേക്ക് പോകും. ഇവിടെയും കൂടെ തൂത്ത് നമ്മൾ അതും കൂടെ കഴിഞ്ഞ് നമ്മൾ തീർന്നല്ലേ അമ്മേ? ഇവിടെയും കൂടെ തൂക്കണം കേട്ടോ. അത് സർപ്പം അല്ലേ അമ്മേ? കൂടുതൽ നമ്മൾ അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുമായിരിക്കും അല്ലേ? ഓക്കെ, നമ്മളിനി ഇവിടെ ഫുള്ള് നോക്കണം. വലിയൊരു ഗാർഡൻ പോലെ ഗൈസ്. ഇങ്ങോട്ട് കാണാൻ നിങ്ങൾക്ക് പേടിയാണ്. എനിക്കാണെങ്കിൽ ഇപ്പം ജംഗിലിങ്ങനെ ഗിടഗിട ഇടിക്കുവാണ്. ഗിരാമ്മ ഒറ്റയ്ക്ക് എങ്ങനെ തൂക്കുന്നത്? ഞാനാണേ ഇന്നാട്ടോ കയറുന്നത്. ഇതുവരെയും കയറിയിട്ടില്ല കേട്ടോ. കയറിയിട്ടുണ്ട്, എന്നാലും ഇന്നാണ് ഒന്നും കൂടെ കയറുന്നത്. ഞാൻ ഈ പൂജ സമയത്തൊക്കെ വല്ലപ്പോഴും വരും. എല്ലാ ശനിയും ഞായറൊക്കെ ഉണ്ടല്ലേ അമ്മ? ഗൈസ് നമ്മുടെ ഫോണിന് ഇത്രയും റെസ്റ്റ് കൊടുക്കാൻ പോകണം. ഇവിടെ തൂത്തിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോ എടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് പോവാണ്. കാല് വെള്ളുന്ന ഗൈസ്. അവിടെ ചിലപ്പോൾ ചെരുപ്പിടാം കേട്ടോ. വേണമെങ്കിൽ വേണ്ടല്ലേ? ചെരുപ്പിടാൻ പാടില്ല കേട്ടോ. കാവിലാട്ടോ പോകുന്ന. ഇവിടെ ഞങ്ങൾ പിന്നെ തൂത്തോളാം. അവിടെയും കൂടെ തൂത്തേ ഞങ്ങൾ പോവാണ്. അത് നമ്മൾ അവിടെ നിന്ന് വീഡിയോ അവസാനിപ്പിക്കും കേട്ടോ ഗൈസ് അല്ലേ? ഇവിടെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കും. ഇതിനെ വിളിക്കാൻ എന്നെ കൂടെ കൊണ്ടുപോകാം. എനിക്ക് പേടിയാ. എനിക്ക് പേടിയാ ഗൈസ്. ഞാൻ ഇങ്ങനൊക്കെ പേടിക്കുന്നുണ്ട്. അതെന്തിനാ പേടിക്കുന്നത്? കാവിലേക്ക് പോകും. വേണം നമുക്കിവിടെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ ഗൈസ്. വേണമെങ്കിൽ ഇനി അവർ സമ്മതിക്കാൻ നമ്മൾ കയറിയാൽ മതി. ഇവരെ ഷൂട്ടിംഗ് ഒന്നും സമ്മതിക്കില്ല. വേണമെങ്കിൽ നമ്മുടെ ചെറിയ 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 ഷോർട്ട് ഫിലിമിനൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ എന്തെങ്കിലും പേടിക്കുന്നു. ആ ഇത് ഗിരാമന് പേടിയാവുന്നേ. ഗിരാമ എന്നിട്ടിട്ട് പോരുതേ. ഗിരാമ ഗൈസ് ഇതാണ് നമ്മുടെ കാവ്. ഞാനൊരു പേടിത്തൂറി ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഗൈസ് കേട്ടോ കാണാൻ പേടി കാണും കേട്ടോ എല്ലാവർക്കും. ആരും പേടിക്കണ്ട ഗൈസ്, ഞാനുണ്ട്. നോക്കിയ ഗൈസ് എനിക്കാണെങ്കിൽ ഉറുമ്പ് കടിക്കുന്ന ഗൈസ്. ഇവിടെ കണ്ടോ? ഇത് ഈ കോയമ്പത്തൂരിലൊക്കെ ഉള്ള പുല്ല ഇങ്ങനെ. അത് നമ്മുടെ നാട്ടിലും ഉണ്ടല്ലേ അമ്മേ? ഈ ആൾക്കാർ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഗൈസ്. നമ്മളിവിടുന്ന് വീഡിയോ അവസാനിപ്പിക്കാൻ പോവല്ലേ അമ്മേ? ഞങ്ങൾ തൂത്ത് കഴിഞ്ഞു കേട്ടോ. നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ ഇങ്ങനെ നടപ്പാതിയൊക്കെ തൂക്കണം. നടക്കുന്നതൊക്കെ സ്ഥലം തൂക്കണം കേട്ടോ. അവിടെ ഓണറൊക്കെ പോകുന്നത് ഇങ്ങോട്ട് തൂക്കണം. ഗിരാമ ഗൈസ് കണ്ടോ? ഗിരാമ തൂക്കുക കേട്ടോ. ശരി പേടിയില്ല. പേടിയായിട്ട് എനിക്കാ മൊത്തം. പേടിക്കാനൊന്നുമില്ല ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരാം അല്ലേ അമ്മേ?
നമ്മുടെ അടുത്ത് കമൻറ്റിൽ വേണമെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ മതി. അല്ലെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലേ, ഇൻസ്റ്റ ഉണ്ട്, ദേവജയെന്ന് പറഞ്ഞ ഇൻസ്റ്റ ഉണ്ട് കേട്ടോ. അല്ലെ നമ്മുടെ യൂട്യൂബിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ മതി. ആലപ്പുഴയിൽ എത്തിയിട്ട് ഞങ്ങൾ വേണേൽ പറയാം കേട്ടോ. കാവിൽ വേണമെന്നുള്ളവർക്ക് വരാം. പിന്നെ നിങ്ങളവിടെ കാവുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. നല്ല കാറ്റ് കേട്ടോ. അവിടെ തൂത്തി കഴിഞ്ഞല്ലേ മാം? ഇതായിരുന്നു നമ്മുടെ ഫൈനൽ സ്ഥലം. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. എല്ലാവർക്കും നമ്മൾ ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ബൈ ബൈ. ടാറ്റ എടുക്കും. ബൈ ബൈ. ഓക്കെ.